ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം DJI Mini 2 ഇറങ്ങിയതിന് ശേഷം നമ്മൾ മറ്റൊരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം DJI Mini 3 ലോഞ്ച് ചെയ്യാൻ പോകുന്നു. DJI എന്ന് പറയുന്ന ബ്രാൻഡ് ഡ്രോൺ നിർമ്മാണത്തിൽ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല റൂമറുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബോഡി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ പിക്ചേഴ്സ് എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് DJI തന്നെയാണോ, അതിൻ്റെ പുതിയ പ്രോഡക്റ്റ് തന്നെയാണോ, മിനി പ്രോഡക്റ്റ് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തെല്ലാം ഫെസിലിറ്റീസ് Mini 2-ൽ നിന്ന് Mini 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസ് കൂടുതലായിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടൈം കൂട്ടുമോ, സെൻസേഴ്സ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സകല കൺഫ്യൂഷനുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ DJI Mini Pro റിലീസാകാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും പുതിയ ഗിംബൽ ക്യാമറ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ f1.7 mm ആണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഫ്രണ്ടിൽ 2 സെൻസേഴ്സ്, വളരെ വലിയ സെൻസേഴ്സാണ് വെച്ചിരിക്കുന്നത്. അത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസിന് വേണ്ടി ഉപകരിക്കും. അതുപോലെ തന്നെ ലാൻഡിങ്ങിന് വേണ്ടി ഡൗൺവേർഡ് സെൻസേഴ്സ് ഉണ്ട്. നേരത്തെ Mini 2-ലും ഉണ്ടായിരുന്ന പോലെ തന്നെ ഡൗൺവേർഡ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ Mini 3-ൽ ബാക്ക് സെൻസേഴ്സും കൂടുതലായിട്ടുണ്ട്. ടോട്ടൽ 3 സെൻസേഴ്സ്, ഫ്രണ്ട്, ബാക്ക്, അതുപോലെ തന്നെ ഡൗൺവേർഡ് സെൻസേഴ്സ്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2453 mAh ബാറ്ററിയാണ് വരുന്നത് Mini 3-ൽ. നേരത്തെ Mini 2-ൽ 2250 mAh ബാറ്ററി ആയിരുന്നു വരുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഫ്ലൈറ്റ് Mini 2-നെ അപേക്ഷിച്ച് 31 മിനിറ്റ്സ് എന്നുള്ളത് ഏകദേശം 35 മിനിറ്റ്സ് എങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ്യോടുകൂടി ലോഞ്ചിങ്ങിന് ശേഷം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. DJI Mini 3 3 വേർഷൻസിൽ അവൈലബിൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാൻഡേർഡ് വെർഷൻ, അതുപോലെ തന്നെ ഫ്ലൈമോർ കോംബോ, പിന്നെ പ്രോ വെർഷൻ. ഈ പ്രോ വെർഷനിൽ മാത്രമായിരിക്കും നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റാൻഡേർഡ് വെർഷനിലും അതുപോലെ തന്നെ ഫ്ലൈമോർ കോംബോ വെർഷനിലും കൺട്രോളറിൻ്റെ കൂടെ തന്നെ നമുക്ക് മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Mini 2-നെ അപേക്ഷിച്ച് അല്പം പ്രൈസ് കൂടാൻ സാധ്യത കൂടുതലാണ്. കാരണം എക്സ്ട്രാ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിലോ 250 ഗ്രാംസിൽ കുറവാണ് ഈ ഡ്രോൺ എന്നുള്ളതാണ്. ബിലോ 250 ഗ്രാംസിൽ കുറവുള്ള ഡ്രോണുകൾക്ക് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ബിഗിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്. അതുപോലെ തന്നെ മിനിയിലും Mini 2-ലും നമുക്ക് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാക്ക് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. കാരണം സെൻസേഴ്സ് ഇല്ലാത്തതിനാൽ. ഈ ഒരു പ്രോഡക്റ്റിൽ മാത്രം, അതായത് Mini 3-ൽ മാത്രം സെൻസേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് ആക്റ്റീവ് ട്രാക്കും അവൈലബിൾ ആവും. സോ അത് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വളരെ ഒരു പ്രയോജനകരമായ ഒരു കാര്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഐ എം സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.